നമസ്കാരം, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വൻ ക്ലീം യാത്ര. എൻ്റെ പേര് ബിജിനി. ഹോപ്പ് നിങ്ങളെല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി നിങ്ങളുടെ ട്വൻ ക്ലീം ജേർണിയിൽ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വിശ്വസിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വെൽക്കം ടു അവർ ചാനൽ. പഴയ സബ്സ്ക്രൈബേഴ്സിന് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. സോ ഇന്നത്തെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് ഒരു ചെറിയ എൻ്റെ പ്രയത്നമാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും വ്യൂവേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈശ്വരനോട് ഗിവ് അപ്പ് ചെയ്യുന്നൊരു തരത്തിൽ നിങ്ങളെത്തി, ഒരു സ്റ്റേജ് ഓഫ് മൈൻഡിലെത്തി, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിങ്ങളെത്തി, ഈശ്വരനോട് നിങ്ങൾ ചോദിച്ചു ഒരു ഗൈഡൻസ്. സോ ആ ഒരു ഗൈഡൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഉണ്ടാക്കുന്നത്. ഒരുപാട് മൂമെൻറ്റ്സ് നമ്മുടെ ലൈഫിലുണ്ടാവും. നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ നമ്മളങ്ങ് പറയും, വയ്യ, ഇനി ഇതിൽ കൂടുതൽ എനിക്ക് വേദന അല്ലെങ്കിൽ പെയിൻ സഹിക്കാൻ വയ്യ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ആ പർട്ടിക്കുലർ മൊമെൻറ്റിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഈശ്വരനെ മുറുക്കെ പിടിക്കുക, നിങ്ങളുടെ ആത്മാവിനെ മുറുക്കെ പിടിക്കുക. ബിക്കോസ് ആ പർട്ടിക്കുലർ മൊമെൻറ്റിൽ നിങ്ങളുടെ സോളിൽ നിങ്ങളെ വേണം. മനസ്സിലായില്ലേ? യെസ്, നമ്മൾ തോറ്റുപോയി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട പോലെ തോന്നും. ബിക്കോസ് അത്രയും നാളും ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഈഗോ ഐഡൻറ്റിറ്റി, അതിൻ്റെ ഒരു തച്ചോടയ്ക്കൽ പ്രോസസ്സും കൂടിയാണ് ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ്. മനസ്സിലായില്ലേ? സോ ഓരോരുത്തവരുടെ ജേർണി ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്ന സന്ദർഭങ്ങൾ ഏതാണെന്നറിയാം. നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മുടെ ജേർണിയിൽ നമ്മൾ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൂടുതൽ പെയിൻ മാനിഫെസ്റ്റ് ചെയ്യത്തുള്ളൂ ലൈഫിൽ. അതൊരിക്കലും നമുക്ക് ഹെൽപ്ഫുൾ ആവത്തില്ല. സോ ഞാൻ ചെറിയൊരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. സങ്കല്പിക്കാൻ, നമ്മൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ മീനിനെ, അണ്ണാനെ ആൻഡ് കാട്ടിലെ സിംഹം ആൻഡ് കുതിര നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ മത്സരിപ്പിക്കുമെന്ന് വെച്ചു. സോ ആരായിരിക്കും ഫസ്റ്റ് അടിക്കുന്നത്? നിങ്ങൾ പറയും ഒബ്വിയസ്ലി മീനായിരിക്കും അല്ലേ. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മൾ മീനിനെ ആൻഡ് ആമ, കുതിര, ആനെ നമ്മൾ ഓട്ട മത്സരത്തിൽ ആരായിരിക്കും ജയിക്കുന്നത്? നിങ്ങൾ പറയും സ്വാഭാവികമായിട്ട് കുതിര. ഇനി നമ്മൾ കുരങ്ങനെയും ആമയും സിംഹത്തെയും ഈ മത്സരത്തിൽ നമ്മൾ മരം കയറാനുള്ള മത്സരത്തിലിടുന്നത് ആരായിരിക്കും ഫസ്റ്റ് അടിക്കുന്നത്? നിങ്ങൾ പറയും കുരങ്ങനാണ്. സോ മനസ്സിലായില്ലേ? സോ മീന് മരം കയറാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഓടാൻ പറ്റാത്തതുകൊണ്ട് മീൻ വിചാരിക്കും, അയ്യോ എനിക്ക് ഒന്നിനും കഴിവില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ മീൻ ബുദ്ധിമാനാണോ അതോ മണ്ടനാണോ? ബിക്കോസ് മീനിൻ്റെ കഴിവ് വെള്ളത്തിലാണ്. വെള്ളത്തിൽ അതിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല ആർക്കും. അതുപോലെ കുതിര ഓട്ടോമാറ്റിക്സ് ജയിച്ചു, പക്ഷെ അങ്ങനെ നീന്തലിലും അത് മരം കയറലും തോറ്റുപോയി. അപ്പോൾ കുതിര വിചാരിച്ചാൽ മതി, ഓ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ബാക്കി നോക്കിയേ അവരൊക്കെ കയറിപ്പോയി. ഇനി അതുപോലെ ഓരോ മൃഗം അതിന് ഈശ്വരൻ നൽകിയ കഴിവിനെ കുറച്ച് കാണിച്ചുകൊണ്ട് മറ്റുള്ള ജീവികളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള കഴിവിനെ, സ്റ്റെബിലിറ്റീനെ പോലും അത് ഇല്ലാണ്ടാക്കും. അതുപോലെയാണ് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലും. സോ നിങ്ങളുടെ ചുറ്റും കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജേർണി നോക്കുമ്പോൾ അവർ റീയൂണിയനിലെത്തി, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ പോകുന്നു, അവർ മാരേജിന് മുന്നേ നല്ലതാണല്ലോ, അവർ അൺമാരിഡ് ആയിരുന്നപ്പോഴാണല്ലോ അവർ കണ്ടുമുട്ടിയത്. അല്ലെങ്കിൽ ഈശ്വരനോട് പറയാം, ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷന് വേണ്ടായിരുന്നു, കൊച്ചുമക്കളായിട്ടാണല്ലോ ഞാൻ കണ്ടുമുട്ടിയത്, മുന്നേ എന്തായിരുന്നു കണ്ടുമുട്ടാൻ, അങ്ങനെയൊക്കെ ഓരോ പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈശ്വരനൊരു ദൗത്യം തന്നിട്ടുണ്ട് അല്ലേ? ഓരോ ട്വിൻ ഫ്ലെയിം ജേർണിക്ക് അല്ലെങ്കിൽ ഓരോ ട്വിൻ ഫ്ലെയിം യൂണിയനും അതിൻ്റേതായ ഒരു ധർമ്മം ഈ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഭൂമിയുടെ ഹീലിങ്ങിന് വേണ്ടി, ഭൂമിയുടെ ഉന്നതിക്ക് വേണ്ടി ആവശ്യമാണ്. സോ നിങ്ങൾ ആ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈശ്വരന് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിയനിൽ നിന്ന് ഭൂമിക്ക് കൊടുക്കാൻ പറ്റിയ നന്മനെയാണ് നിങ്ങളവിടെ ഡിനൈ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്, അതുകൊണ്ട് കമ്പാരിസൺ ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ സങ്കടത്തിലേക്കും കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. നിങ്ങളത് അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിൽ വരില്ല, കൂടുതൽ ലൈഫിൽ നിങ്ങൾ സഫറിങ് കൊണ്ടുവരും.
കമ്പാരിസൺ വരുമ്പോൾ കൂടുതൽ നമ്മൾ ആ ഒരു ഈഗോ ട്രാപ്പിൽ പെട്ടുപോകും. ഓക്കെ, ഇനി വേറൊരു സാഹചര്യം, ഇനി നമ്മൾ ഇപ്പം നിങ്ങൾ പിന്നെ നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നത് എപ്പോഴാണെന്നറിയാം, നമ്മൾ കൂടുതൽ തേർഡ് പാർട്ടിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ. അവരുടെ തേർഡ് പാർട്ടി മേ ബി ഹസ്ബൻഡ് ഓർ വൈഫ് ആകാം, അല്ലെങ്കിൽ സം റിലേഷൻഷിപ്പ് ആകാം, കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആകാം, ഫാമിലി ആകാം, ജോബ് ആകാം, അല്ലെങ്കിൽ അവരുടെ പഠിത്തമാകാം, എന്ത് തന്നെ ആയിക്കോട്ടെ. നിങ്ങളെ ചൂസ് ചെയ്യാതെ എന്താണോ നിങ്ങൾ ട്വിൻ ഫ്ലെയിം തേർഡ് പാർട്ടീനെ മീൻസ് എന്ത് എനർജീനെയാണോ അവർ ചൂസ് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുവാണെങ്കിലും നിങ്ങൾ കൂടുതൽ സങ്കടം, സഫറിങ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്ന സ്റ്റേജ് ഓഫ് ടൈമാണ്. ബിക്കോസ് നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ നോക്കുകയാണ്. നമ്മുടെ ട്വിൻ ഫ്ലെയിം എന്താ അവരെ ചൂസ് ചെയ്യുന്നു, അവർ ഇപ്പം നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ അവരുടെ വൈഫിൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഇടുകയാണെങ്കിൽ നിങ്ങൾ പറയും, ഓ മൈ ഗോഡ്, എൻ്റെ മാസ്കുലിൻ ഭയങ്കര ഹാപ്പി ആണല്ലോ, അവൻ വൈഫിൻ്റെ കൂടെ ഫോട്ടോ ഇട്ടേക്കുന്നത്. നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ അവരുടെ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ എടുക്കുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്, അവളുടെ ഭർത്താവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ ഇവിടെ സഫറിങ് ആണ് അല്ലെങ്കിൽ പെയിൻ ആണ്. സോ എവിടെയോ നിങ്ങൾ അവരുടെ ബാഹ്യമായുള്ള കാര്യം കാണിച്ച് മീൻസ് അവരുടെ ആ ഒരു നിങ്ങളുടെ ഫോക്കസ് മൊത്തം അവരുടെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്കാണ് മൊത്തം നിങ്ങളുടെ ഫോക്കസ്. സോ സംവേർ നിങ്ങളെ മൊത്തത്തിൽ ഉപേക്ഷിച്ചിട്ട് പുറമെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഏത് ഇമോഷനെയാണ് ട്രിഗർ ചെയ്യുന്നത്? അബാൻഡ്മെൻറ്റ് ഇഷ്യൂവിനെയാണോ, അൺവർദിനെസ് വൂണ്ടിനെയാണോ, റിജക്ഷൻ വൂണ്ടിനെയാണോ, അല്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന വൂണ്ടാണോ? മനസ്സിലായില്ലേ? ഏത് കോർ വൂണ്ടാണ് നിങ്ങളുടെ ഉള്ളിലെ എന്ത് ഇമോഷനെയാണ് അത് ട്രിഗർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഹീൽ ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ മനസ്സിലായില്ല. അപ്പം നിങ്ങൾക്ക് പുറമേ തോന്നും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന് ആ തേർഡ് പാർട്ടിയിലുള്ള മീൻസ് കാരണം അപ്പോൾ ആ ഒരു ടൈം ഓഫ് പീരീഡിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പവർ മൊത്തം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ തേർഡ് പാർട്ടിക്ക് നിങ്ങൾ കൊടുത്തു. ജോബ്, ഹസ്ബൻഡ്, വൈഫ് ഓർ എനിത്തിങ്. സോ നിങ്ങൾ പവർ മൊത്തം നിങ്ങളെ യൂണിയൻ്റെ പവറും നിങ്ങളുടെ പവറും മൊത്തം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ട് നിങ്ങളൊരു വിക്ടിമൈസേഷൻ മോഡിലിരിക്കുകയാണെങ്കിലും നിങ്ങൾ ലൈഫിൽ കൂടുതൽ സഫറിങ് കൊടുക്കും. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഗിവപ്പിലെത്തും. ആൻഡ് പിന്നെ നമ്മൾ എപ്പോഴാണ് ഗിവപ്പിൻ്റെ രീതി വരുന്നതെന്ന് അറിയോ? കണ്ടിന്യൂസ് നമ്മൾ എന്താ പറയുന്നത് കണ്ടമാന വീഡിയോസ് മൊത്തം കാണും. ടാരോ റീഡിങ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിൻ്റെ സൈൻസ് ആൻഡ് സിങ്ക്രോണിസിറ്റി, ട്രൂ ട്വിൻ ഫ്ലെയിമിൻ്റെ സൈൻ ഇതാണ്, ഫോൾസ് ട്വിൻ ഫ്ലെയിമിൻ്റെ സൈൻ എന്താണ്, എന്നിട്ട് നിങ്ങൾ കണ്ടമാന വീഡിയോസ് എല്ലാം ചവറുകളെല്ലാം കണ്ട് ഇത് കുത്തി നിറച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. കാരണം ഫീലിങ്സിനെക്കാട്ടിലുപരി നിങ്ങൾ അതിനെ ഒരു ലോജിക്കലി തിങ്ക് ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങളുടെ ചിന്ത മൊത്തം ട്വിൻ ഫ്ലെയിം നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്, റാദർ ദാൻ നിങ്ങൾ എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന സിഗ്നൽ അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന് കൊടുക്കുന്ന എനർജറ്റിക്കൽ സിഗ്നൽ എന്താണെന്നറിയോ? ഞാനും നീയും ഡിഫറെൻ്റ് ആണ്, നമ്മുടെ രണ്ടുപേരുടെ ചോയ്സ് ഡിഫറെൻ്റ് ആണ്, നമ്മൾ കോർ ലെവലിൽ ഒന്നല്ല, നമ്മൾ ഡിഫറെൻ്റ് ആൾക്കാരാണ്, നിനക്കും എനിക്കും വ്യത്യസ്തമായ എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അത് തന്നെ ഉറപ്പിച്ച് കാണിച്ചു തരും. ലൈക്ക് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങൾ ഇടത്തോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം വലത്തോട്ട് പോകും. മനസ്സിലായില്ലേ? സോ ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യുക. സോ ഫോക്കസ് ടു വൺ വീഡിയോ. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ചാനലോ അല്ലെങ്കിൽ 2 ചാനലോ, അല്ലെങ്കിൽ നിങ്ങളുടെ സോള് പറയുക ഇവർ പറയുന്നത് സത്യമാണ്. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യവും നിങ്ങൾക്ക് ഫീലായ കാര്യങ്ങളും അവർ റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെൻ്റലി അല്ല ഇമോഷണൽ ലെവലിൽ സോൾ ലെവലിൽ സത്യം എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ യെസ് നിങ്ങൾ ചെയ്യുക. അല്ലാത്ത പക്ഷം ചവറായിരിക്കും, നിങ്ങളുടെ മൊത്തം തലച്ചോറ് ചവറായിരിക്കും, നിങ്ങളുടെ ജേണി നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് മരിക്കത്തേ ഉള്ളൂ, മോർ സഫറിങ്ങിൽ. പിന്നെ ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് പിന്നെ ഈ വീഡിയോസ് കാണുന്നതിന് കുഴപ്പമുണ്ട്. ഓരോരുത്തർ എന്താ പറയുക ഇത് ട്വിൻ ഫ്ലെയിം സൈൻ ഇതാണ്, ഫോൾസ് ട്വിൻ ഫ്ലെയിം സൈൻ ഇതാണ്. അപ്പം എന്നിട്ട് നിങ്ങൾ ആ സൈനുമായിട്ട് നിങ്ങളുടെ ലൈഫിനെ കമ്പയർ ചെയ്യും, കുറേയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ കൂടി
ഇപ്പോൾ നിങ്ങൾക്ക് ഏജ് ഡിഫറൻസ് ഇല്ലെങ്കിൽ ചില ഒരു എൻ്റെ അടുത്ത് ആരോ വന്നപ്പോൾ എന്നോട് പറഞ്ഞതാ ഏതോ ചാനലുകാർ പറഞ്ഞ് ട്വിൻ ഫ്ലെയിമുകൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാകുക തന്നെ ചെയ്യും. സോ ഏജ് ഡിഫറൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലേ അത്? അല്ലെങ്കിൽ സെപ്പറേഷൻ വന്നാൽ മാത്രമേ അത് ട്വിൻ ഫ്ലെയിം യൂണിയനിലേക്ക് എത്തുകയുള്ളൂ. ആര് പറഞ്ഞു? സെപ്പറേഷൻ ഇല്ലാതെ യൂണിയനിൽ പോയ ട്വിൻ ഫ്ലെയിംസിനെ എനിക്കറിയാം. സോ ഈ സെപ്പറേഷൻ വേണം എന്ന് നിങ്ങളപ്പോൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുക യൂണിവേഴ്സിൻ്റെ അടുത്ത്. സോ നിങ്ങൾ കാണുന്ന കണ്ടൻറ്റ് നിങ്ങളെ എത്രമാത്രം മിസ്ലീഡ് ചെയ്യുന്നുണ്ടെന്നും മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളത് മനസ്സിലാക്കാണ്ട് പോകുന്നു. സോ അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് എന്താണ് നിങ്ങളോട് പറയുന്നത് കേൾക്കുക, റാദർ ദാൻ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ പോയിട്ട് ഇതെൻ്റെ ട്വിൻ ഫ്ലെയിം ആണോ, അല്ലെങ്കിൽ ഈ വീഡിയോസിൽ കാണുന്നതും കാരണം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. ഞാൻ ഫീൽ ചെയ്ത എൻ്റെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഞാൻ ഫീൽ ചെയ്ത ആ കാര്യങ്ങളായിരിക്കത്തില്ല നിങ്ങൾ ഫീൽ ചെയ്തത്. നിങ്ങൾ ഫീൽ ചെയ്ത പോലെ ആയിരിക്കത്തില്ല വേറൊരു വ്യക്തി ഫീൽ ചെയ്തത്. സോ ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജേർണി ഒരുപോലെ ആയിരിക്കും, പക്ഷെ അതിലുള്ള ഫീലിങ്സും അതിലുള്ള എക്സ്പീരിയൻസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. നിങ്ങളത് മനസ്സിലാക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും സ്റ്റക്കായി പോകത്തേ ഉള്ളൂ. ഡിഫറെൻറ്റ് നിങ്ങൾ കാർമിക് ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോകും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ജേർണി സഫറിങ് ആയി മാറും. ഗ്രോത്തിലുപരി സഫറിങ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലായില്ലേ? സോ ഞാനിത് നിങ്ങളോട് ഇതിൻ്റെ ഒരു എന്താ പറയുക, നിങ്ങളോടൊരു നിവേദനമാണ്. സോ പ്ലീസ് മിസ്ഗൈഡ് ആവാതെ മിസ്ലീഡ് ആവാതെ നോക്കുക. നിങ്ങളുടെ ജേർണി യുണീക്കാണ്, അതിനെ എംബ്രേസ് ചെയ്യുക. ഈശ്വരൻ നിങ്ങളുടെ ജേർണി ഇപ്പം നിങ്ങൾക്ക് കൊച്ചുമക്കളായിട്ടാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടി തന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ യൂണിയൻ ഈശ്വരൻ ക്രിയേറ്റ് ചെയ്തത്. കാരണം സമൂഹത്തിൽ കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങളുടെ യൂണിയനിലൂടെ. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സിനെ കല്യാണം കഴിച്ചിട്ടാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഡിഫറെൻറ്റ് പാർട്ട്ണറിനെയാണ് കല്യാണം കഴിച്ചാൽ നിങ്ങൾ ഡിഫറെൻറ്റ് പാർട്ട്ണറിനെ, അങ്ങനെയാണ് നിങ്ങളുടെ യൂണിയനെ ഈശ്വരൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ കാണുന്നത്. അങ്ങനെയാണ് ആ യൂണിയൻ ഈശ്വരൻ ക്രിയേറ്റ് ചെയ്തത്. കാരണം ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ചെന്നാൽ മാത്രമേ നിങ്ങളുടെ യൂണിയന് സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയെ ഈ എർത്തിൻ്റെ വൈബ്രേഷൻ മാറ്റാൻ വേണ്ടി എന്തോ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നിങ്ങൾ ആ ജേർണീനെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ അതിനെ എന്താ പറയുക പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ആ ഒരു പവിത്രതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഈശ്വരൻ്റെ ആ ഒരു സത്യത്തെ മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓരോ നിമിഷം നിങ്ങൾ സഫറിങ്ങിൻ്റെ അങ്ങേയറ്റമായിരിക്കും. കാരണം ട്വിൻ ഫ്ലെയിമിൻ്റെ സെപ്പറേഷൻ്റെ പെയിൻ അതിഭയാനകമാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ആ വ്യക്തിനെ മറക്കാം, മൂവ് ഓൺ ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ പല വഴിയും ചെയ്ത് നോക്കിക്കോളൂ, ഞാൻ എഴുതി ഗ്യാരണ്ടി ചെയ്യാം. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ മൂവ് ഓൺ ആയി, നിങ്ങൾ ഓക്കെ ആണെന്ന്, എനിക്ക് ഈ ജേർണി വേണ്ട എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഫെഡപ്പായിട്ട് നിങ്ങൾ അലമുറയിട്ട് കരയുന്നൊരു തരത്തിൽ വരും. സോ പ്ലീസ് അങ്ങനെ പോകരുത്. കാരണം വീണ്ടും അതിൻ്റെ ഭയങ്കര ഡീപ്പസ്റ്റ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. അതുകൊണ്ടാണ് വീണ്ടും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ ചില ആൾക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കും. കാരണം അവർ വീണ്ടും സ്ട്രഗിളിനെ അറിയാണ്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. സോ ചൂസ് ഈസി, ട്രസ്റ്റ് ചെയ്യുക ഈശ്വരനെ. എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ജേർണി ആക്കി, എന്തുകൊണ്ട് എനിക്ക് ഈ തരത്തിൽ തന്നില്ല, ഈശ്വരനോട് കാരണം എന്തുകൊണ്ടെന്നുള്ള ചോദ്യം വരുന്നത് ഇവിടുന്ന് ആ ചോദ്യം ഇല്ല. കാരണം നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ ഹാർട്ടിന് അറിയാം ദാറ്റ് ദിസ് ഈസ് മൈ മാൻ, ദാറ്റ് ദിസ് ഈസ് മൈ വുമൺ. ഈ ലോകത്ത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആരാണ്? ഭഗവാനും നിങ്ങളുടെ ആത്മാവിനും മാത്രമേ അത് കണ്ടുപിടിക്കാനും ഫീൽ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, റിവീൽ ചെയ്യപ്പെട്ടുള്ളൂ. ഈ ലോകത്ത് വേറെ ആർക്കും തന്നെ ഇതാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം അവർക്കൊക്കെ തെറ്റുപറ്റാം. ബിക്കോസ് നിങ്ങൾ ആരാണെന്നുള്ള സത്യം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോ പ്ലീസ് നിങ്ങളുടെ ഹാർട്ട് പറയുകയാണ് ദാറ്റ് ദിസ് ഈസ് മൈ ഡിവൈൻ മാസ്കുലൻ, ബിലീവ് ഇറ്റ്, ഹീ ഈസ് യുവർ മാൻ. നിങ്ങളുടെ ഡിവൈൻ മാസ്കുലൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് പറയുകയാണ്, സോള് പറയുക ദാറ്റ് ദിസ് ഈസ് മൈ വുമൻ, ദിസ് ഈസ് മൈ ഡിവൈൻ ഫെമിനൻ, ക്ലെയിം ഹർ നോ മാറ്റർ വാട്ട്. മനസ്സിലായില്ലേ? സോ പ്ലീസ് ഡോണ്ട് എവർ ഓർ ഗിവ് അപ്പ് ഓൺ യുവർ ട്വിൻ ഫ്ലെയിം ജേർണി. കമ്പാരിസൺ നിർത്തുക.
ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അതിലുപരി എന്താണ് എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹം. ആൻഡ് ഡോണ്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എത്രമാത്രം നിങ്ങൾ തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രമാത്രം നിങ്ങളുടെ യൂണിയൻ ഡിലേ ആയി പോകുള്ളൂ. അത്രമാത്രം സ്ട്രഗിൾ ആൻഡ് പെയിൻ ആയിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് പ്ലീസ് കണ്ടമാന യൂട്യൂബ് ചാനലിലെ അല്ലെങ്കിൽ കണ്ടമാന ആൾക്കാരെ ഫോളോ ചെയ്യാതെ നിങ്ങളുടെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ദാറ്റ് ഈ പേഴ്സൺ പറയുന്ന ഒത്തൻറ്റിക് ആണ്, അതെ ഇത് എൻ്റെ ജേർണീനെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ളവരെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ഇറ്റ്സ് യുവർ ജേർണി, ഇറ്റ്സ് യുവർ ലൈക്ക് ലവ് സ്റ്റോറി. ഓക്കെ, ആ ലവ് സ്റ്റോറിയെ മനോഹരമാക്കണമെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ട ഒരു ഘടകം എന്താണെന്ന് പറയുക, ഈശ്വരൻ്റെ സാന്നിധ്യമാണ്. ഈശ്വരനോടുള്ള അതികഠിനമായ വിശ്വാസമാണ്. സോ ഗിവ് അപ്പ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഈശ്വരനെ മുറുക്കെ പിടിക്കുക. യെസ്, പാടാണ് ആ പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഈശ്വരനിലേക്ക് തിരിച്ചെത്താൻ. ഗിവ് അപ്പ് ചെയ്യുന്ന പല 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 സാഹചര്യം ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഞാൻ ചുരുക്കി പറയാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഗിവ് അപ്പ് ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യം ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒറ്റ കാരണമുള്ളൂ. അതിൻ്റെ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത് പ്രണയം. അതിഭയാനകമായുള്ള പ്രണയം, ഈശ്വരനോടുള്ള പ്രണയം, നിങ്ങളോടുള്ള പ്രണയം, ആൻഡ് ദ അറ്റ്മോസ്റ്റ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനോടുള്ള പ്രണയം. കാരണം ആ പ്രണയത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ പുനർജനിച്ചത്. ഈശ്വരൻ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ട്വിൻ ഫ്ലെയിമിൻ്റെ രൂപത്തിലും പുനർജനിച്ചത്. സോ ഈ ഭൂമിയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അസെൻഷൻ അല്ലെങ്കിൽ അധ്യാത്മ ഉന്നതി തരുന്ന ഒരു ഗ്രഹം. സോ പ്ലീസ് ഈ ഒരു ജീവിതം നിങ്ങൾക്ക് തന്ന ഈ ഒരു ജേർണീനെ ഡിസോണർ ചെയ്യാതെ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതെ ആ ഈശ്വരൻ്റെ ആ ഒരു ദൗത്യത്തെ പൂർത്തീകരിക്കാൻ നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും ആവശ്യമാണ്. സോ ഞാൻ നിങ്ങളെല്ലാവരും അതൊന്ന് റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ പ്ലീസ് ഡോണ്ട് എവർ ഗിവ് അപ്പ് ഓൺ യുവർ ട്വിൻ ഫ്ലെയിം ജേർണി. ബിക്കോസ് ഈശ്വരനുമായിട്ട് റീയുണൈറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമായുള്ള മാർഗമാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണി. ഇവിടെ ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടതും നിങ്ങളാണ്. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്കേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ ജേർണി, അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ ഓരോരുത്തരും. കാരണം ഈശ്വരൻ ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഓരോ പ്രതീകമാണ് നമ്മൾ ഓരോരുത്തരും. ഓക്കെ, സോ നിങ്ങൾ ആ ഈശ്വരൻ്റെ ആ ഒരു ദൗത്യത്തെ നിറവേറ്റാൻ ഈശ്വരനോടൊപ്പം നിങ്ങളുടെ ആത്മാവിനോടൊപ്പം നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനോടൊപ്പം നിങ്ങൾ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറണ്ട് പോയി എത്ര അന്ധകാരമായാലും ഈശ്വരൻ്റെ വെളിച്ചം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താ പറയുക മോട്ടിവേഷനോർക്കും ഒരു ആൻസർ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ. ആൻഡ് നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ മൈ പേഴ്സണൽ സെഷൻ. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ.